ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേസ്ലെറ്റിൻ്റെ കിറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഒരു ബ്രേസ്ലെറ്റും മാലയും കൂടിയുള്ളൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിറ്റിനകത്ത് ഒരു 2 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് ഇത് മാത്രമായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു, ബ്രേസ്ലെറ്റിൻ്റെ മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്താണ്, എന്നാൽ ബ്രേസ്ലെറ്റിൻ്റെ മാത്രം ഒരു കിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചാട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരു കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എത്ര പീസ്, ഒരു പാക്കറ്റിനകത്ത് എത്ര പീസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാത്തിൽ നിന്നും എല്ലാ ബീഡ്സിൽ നിന്നും ഓരോ സെറ്റ് വെച്ചും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബീഡ്സ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം എത്രയാണെന്ന്. എന്തായാലും നമുക്ക് 2 എണ്ണത്തിൽ കുറയാതെ ചെയ്തെടുക്കാൻ പറ്റും. 2 എണ്ണം എന്തായാലും നമുക്ക് ചെയ്യാം. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് വേറെ ബീഡ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 3-4 ബീഡ്സ് 4 ഒക്കെ വെച്ച് ചെയ്താൽ കറക്റ്റ് അല്ല ആട്ടെ ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം നമുക്ക് ചില ബീഡ്സുകളൊക്കെ ബാലൻസ് കുറച്ച് പീസൊക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഒരെണ്ണത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ വേറെ ബീഡ്സൊക്കെ നമുക്ക് അതിനകത്ത് കൂടി മിക്സാക്കി അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ബീഡ്സുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ ക്രിസ്റ്റൽ ടെക്കാണ് വരുന്നത്. ക്രിസ്റ്റൽ ടെക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു വയറ് വരുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ 2-3 വീഡിയോസ് ഇത് വെച്ച് ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. പിന്നെ വരുന്നത് ഈ ഒരു മോഡലിലെ 3 ടൈപ്പ് ബീഡ്സ്, 3 എണ്ണമാണ്, 3 ഡിസൈൻസിനാണ് കേട്ടോ വരുന്നത്. 3 എണ്ണം വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഇതേ ടൈപ്പ്, ഇത് ഒരു ക്രാക്കഡാണ് കേട്ടോ. ഇത് ക്രാക്കർ ബീഡ്സ് ആണ്. ഇങ്ങനത്തെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്കൊരു 5 കളറാണ് വരുന്നത്. യെല്ലോ, പിന്നെ വരുന്നത് റെഡ്, പിന്നെ ഒരു ബ്ലൂ, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ, ആ ഒരു കളറാണ് കേട്ടോ അത്. പിന്നെ ഒരു ഗ്രീന്, അങ്ങനെ 5 കളറാണ് നമുക്ക് ഈ ബീഡ്സിൽ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ, ഇത് മാത്രമായിട്ടല്ല, അല്ലാണ്ട് എക്സ്ട്രാ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ്. ഇതെല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ചിലപ്പം മിക്കവാറും നിങ്ങൾക്കത് ഒറ്റ പാക്കറ്റ്, കാരണം കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണല്ലോ. അപ്പം അതായത് ഈ ഒരു ടൈപ്പ് റബ്ബർ ടൈപ്പാണ്. നമുക്കിതൊക്കെ എക്സ്ട്രാ ഇടയ്ക്ക് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് 3 കളറാണ് വരുന്നത്. 3 കളർ നമുക്ക് ഒറ്റ പാക്കറ്റായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് ഇത് ഗോൾഡൻ ബീഡ്സ്, അത് ഒരെണ്ണം. ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടാണ്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാക്കറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫില്ല് ചെയ്യാനായിട്ട് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാടെന്ന് വെച്ചാൽ ഒരു 5-6 എണ്ണമൊക്കെ നമുക്ക് ഈ ഒരു പാക്കറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാം. കാരണം ഫുള്ള് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ലല്ലോ, അങ്ങനെയാണേ. പിന്നെ ഈ ഒരു ടൈപ്പ്, ഇത് ഒട്ടും നമ്മുടെ ഈ ക്രാക്കർ ബീഡ്സൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കളറൊന്നും പോകത്തില്ല. ഒരു ക്രിസ്റ്റൽഡ് ഗ്ലാസ് ടൈപ്പ് ബീഡ്സാണിത്. കളറൊന്നും ഇത് പോകത്തില്ല കേട്ടോ. ഇതിൻ്റെ ആട്ടോ ഞാൻ പറഞ്ഞ കളർ പോകത്തില്ല എന്ന്. കാരണം ഗോൾഡിൻ്റെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കേട്ടോ, കളറിൻ്റെ ഗ്യാരൻറ്റി പറയാൻ പറ്റത്തില്ല ഗോൾഡ്. പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് ബീഡ്സ്, 3mm സൈസാണ് വൈറ്റ് ബീഡ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാംസ് ഈ ഒരു ഇതിനകത്ത് 4 കളറിലെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ബീഡ്സിന് അനുയോജ്യമായ കളേഴ്സാണ് കേട്ടോ 4 എണ്ണം വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ടൈപ്പ് 4 എണ്ണം വരുന്ന ചാംസ്. കാരണം ഒറ്റ ഇതേ വരുന്നുള്ളൂ. ഇതാണ്, ഇങ്ങനത്തെയാണ്. ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ്. ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലാതെ 2 സൈഡിലും ഹുക്ക് വള്ളി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മോഡലാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇങ്ങനത്തെ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നതിനകത്ത്. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടി അതുപോലത്തെ ജംറിങ്, അത് കുറച്ച് പീസിനകത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ കിറ്റിൽ വെച്ച് ചെയ്ത 2-3 മോഡൽസ് കൂടി നോക്കാം. ഇതൊന്ന് നമ്മുടെ റെഡ് വെച്ച് ചെയ്തതാണ് കേട്ടോ. ഇത് റെഡിൻ്റെ ബീഡ്സ് വെച്ച് റെഡ് ചാംസും ഇതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ മോഡൽസ് കാണിക്കുന്നതിലോട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഓരോ മോഡൽസ് ചെയ്യാവേ. പിന്നെ ഇത് യെല്ലോയും, പിന്നെ അതിൻ്റെ യെല്ലോ റബ്ബർ വെച്ചിട്ട് അതും കൊണ്ട് ചെയ്തതാണിത്. അല്ലാതെ ചാംസും വെച്ചിട്ടുണ്ട് യെല്ലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേണം ചാംസ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ഈ ഒരു ബീഡാണ്, ഈ ബീഡാണ്, ഈ ബീഡ് വെച്ച് ചെയ്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ബീഡാണ് ഇതിനകത്ത് ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ. പിന്നെ വരുന്നത് ഈ ഒരു ബീഡ്, ഇതിനകത്ത് ഗോൾഡൻ ബീഡ്സ് ഇടയ്ക്ക്
വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഹാങ്ങിങ് പോലെ ചാംസ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറാണ്. ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് റെഡ് വെച്ച് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലെയിനായിട്ട് വേറെ ഒന്നും ആഡ് ആക്കിയിട്ടില്ല, പ്ലെയിനാണ്. പിന്നെ വരുന്നതായി നമ്മുടെ സ്റ്റാർ വെച്ചിട്ട് അതിനിടയ്ക്ക് ഗോൾഡൻ്റെ ബീഡ് ഇടയ്ക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയിൽ വൈറ്റ് ബീഡാണ് ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ടൈപ്പ് ബീഡ്സ് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബീഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മോഡൽസാണ്. നമ്മുടെ എല്ലാ ബീഡ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു മോഡൽ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇത് വെച്ചുള്ള ഒരെണ്ണം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ അതും നമ്മുടെ ഈ ഒരു ചാംസാണ് വെക്കുന്നത്, അതും കൂടി ഒന്ന് കാണാം. ഇത് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സും പിന്നെ ഇതാണ് കേട്ടോ, ഈ ഒരു ടൈപ്പാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ഫസ്റ്റ് ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കട്ടെ. ജസ്റ്റ് ഇതൊന്ന് അറ്റം ഒന്ന് ലാമ്പ് വെച്ചൊന്ന് ഉരുക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ആ ഹോളിലേക്ക് കയറും. ബീഡ്സിലാണെങ്കിലും പെട്ടെന്ന് ഹോളിലേക്ക് കയറും. ഇനി ഇതിനകത്ത് ഇടയ്ക്ക് സ്പേസറും ഈ ബീഡും കൂടി ഇടകലർത്തി അങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തോട്ടെ ഞാൻ. ഉണ്ടോ, ഇതിൻ്റെ രണ്ടറ്റത്തും ഞാൻ ഇത് ഇട്ടിട്ടില്ല. ഇത് കുറച്ച് വേണമെങ്കിൽ ഫസ്റ്റ് ഒരു 3 ലൈനൊക്കെ സ്പേസിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ടാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കൊച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കൈയുടെ അനുസരിച്ച് ലെങ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് രണ്ടിടത്തും കെട്ടിട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിക്കണം. ഇവിടെ റൗണ്ടിലിട്ട് കൊടുത്തു, ഇവിടെയും അതുപോലെ തന്നെ റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഇപ്പുറത്തേക്കും കയറ്റുക, ഇത് ഇപ്പുറത്തേക്കും കയറ്റുക, ഇത് ഇപ്പുറത്തും കയറ്റുക. എന്നിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പറയാത്തത്. ഇനി ഇതിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഉണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത്. താഴെ വേണമെങ്കിൽ ഓരോ ബീഡ്സ് കൂടി ഇട്ട് കൊടുത്ത് ഇത് ഉരുക്കി എടുക്കണം. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കിറ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ, 230 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഇത്രയും ബീഡ്സുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് 230 പ്ലസ് ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.